കാത്തുരക്ഷിക്കണേ. ആ വട്ടപ്പള്ളിയുടെ ജീവൻ അപകടമൊന്നും വരുത്തരുതേ. അറിഞ്ഞോ, വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു. വെറുതെ വീണതല്ല, മനഃപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക, പകരം വീട്ടാൻ. അയ്യോ, അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ? പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പം നിക്കണ് ഇരുമ്പ് ജോണേ, ഇരുമ്പ് ജോൺ. അവനാ വട്ടപ്പള്ളി തട്ടിയിട്ടത്. അവനത് ചെയ്യും സ്വാമി. കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന്. സ്വാമിക്ക് തോന്നിയില്ലേ? എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്തൻ ആശുപത്രി കിടക്കും. അതുവരെങ്കിലും മനുഷ്യൻ സമാധാനിച്ച് കഴിയാലോ. അപ്പോ ഞാൻ പോട്ടെ സ്വാമി. അതെ, നമ്മളാ ഇതിവിടെ തരാൻ പറഞ്ഞു ചുരിദാർ. അപ്പോ ഞാൻ പോട്ടെ സ്വാമി. സ്വാമിയേ, ഇത് വലിയ ശല്യായില്ലോ. താൻ കുറെ നേരം സ്വാമി സ്വാമി എന്ന് വിളിക്കണേ. താൻ ശബരിമലയ്ക്ക് കൊണ്ടാ? അല്ല, സ്വാമിക്ക് എന്തിനാ ചുരിദാർ? സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ചയുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞ പോലെ ഞാൻ പോട്ടെ സ്വാമി. ഓട്ടോ ആ സ്വാമി. എന്നിട്ട് പശുവിനെ താനിതാ പിശാചിനോട് കൊടുക്കണോ? ദൈവമേ, സ്വാമി എന്നെ വിളിച്ചാ പോടോ. ഞാൻ സത്യം തുറന്നു പറയൂട്ടോ. ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോയല്ലോ എന്റെ അമ്മ. എങ്ങനെയുണ്ട്? ഇതെന്താ പെണ്ണ നീ ഇതിട്ടുണ്ട് ഇവിടെ തിരിയുന്നത്? പിന്നെ സ്വാമി മേടിച്ചു കൊടുത്തു വിട്ടതല്ലേ? ഞാനോ? നിനക്കോ? അയാൾ നിനക്കവിടെ തന്നെ ഊരാൻ ഊരടി. അയ്യേ, ഇവിടെ വെച്ചാണ് ഊരുന്നത്. താഴെങ്ങനെ പോയി ഊരിക്കൊണ്ട് പോവണേ, നാണമില്ലാത്ത ജന്തു. ഹായ്, അളവെടുത്ത് തയ്ച്ച പോലെ ഉണ്ടല്ലോ. സ്വാമി എപ്പോഴാ അളവെടുത്തത്? താനീ പെണ്ണാണ് കൊണ്ട് കൊടുത്തത്. സ്വാമി അല്ലേ പറഞ്ഞത് പിശാചിനെ കൊണ്ട് കൊടുക്കാം? ആ പിശാചല്ല, മറ്റേ പിശാചിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ. ഏത്? ഓ, പശു കടിച്ച പിശാചി. അല്ലേ, ഇത് എന്തൊരു ഇടപാടാ? എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേക്ക് അതിപ്പോ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ? എടി ഉണ്ണി, നീ എങ്ങും തിരിച്ചു കൊടുക്കണ്ടടി. അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇതാ ഇപ്പൊ കൂത്തായി പോയത്. ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം. പ്രതിഫലമോ? എന്താ പ്രതിഫലം? വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന്. എന്താ, ഉടുപ്പ് തിരിച്ചു വേണം? വേണ്ട വേണ്ട, എടുത്തോ. മിസ്റ്റർ കെ കെ ജോസഫേ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സ്വാമി? താൻ എന്നെ തെണ്ടിച്ച് അടങ്ങുള്ളല്ലേ? ആ പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ? ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആർക്കറിയാം? ഒരു ചുരിദാറും വെച്ചോണ്ട് അവളെ എന്ത് ചെയ്യാൻ? എന്റെ ദൈവമേ, ഇനി ചുരിദാറും ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? വന്നു, അവര് വന്നു. താൻ ചെന്ന് കഥ ഉറക്കിയോ, അവരെ പറഞ്ഞു വിടുകയോ, അവര് തരുന്ന എന്താണെന്ന് വെച്ചാൽ താൻ വാങ്ങിച്ചോ. എനിക്ക് വയ്യ സ്വാമി, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അയ്യേ ഉമ്മ, എന്താ ഞാൻ തുണിയിലാണ്ടാ നിക്കണത്? അയ്യെന്ന് വെക്കാൻ നീ എന്നോട് മാറിക്കിടാണ്ട്. ആ മോനെ, എന്റെ മോനെ എവിടെ? മോനെ, അതെന്റെ മോനെ. മോൻ മറന്ന ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഥ പറയാൻ പറ്റിയ സമയ. സ്വാമി ആ മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഉമ്മ അതൊന്ന് കേട്ടിട്ട് പോട്ടെ. നീ പോടാ അവിടുന്ന്. എന്റെ മോന്റെ അടുത്തുനിന്ന് കഥ കേൾക്കാനേ നിന്റെ ശുപാർശ ഒന്നും എനിക്ക് വേണ്ടടാ. ഉമ്മ, ഈ കഥയൊക്കെ പറയണമെങ്കിൽ അത് കേൾക്കാൻ കുറെ ആൾക്കാരൊക്കെ വേണ്ടേ? ആളുകൾക്കാ പഞ്ഞം. ഈ കോളനിയിൽ ഞാൻ വിളിച്ചാ വരുന്നവരുണ്ട് കുട്ടികള്. ഈ കോളനിയിലെ മുഴുവൻ കുട്ടികളെ ഉമ്മ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. എടാ മക്കളെ, വാ കഥ കേൾക്കാം, വാ. എന്റെ സ്വാമി, സ്വാമി എന്താ ഇവിടെ കഥാപ്രസംഗം നടത്താൻ പോവാ? എടോ ബുദ്ധിയില്ലാത്തവനെ, കെ കെ ജോസഫേ, എന്താ എല്ലാം കുട്ടികളിൽ നല്ലേ തുടങ്ങുന്നത്. നമുക്കും കുട്ടികളിൽ നിന്ന് തുടങ്ങാവിടോ.
ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടൻ കുറുക്കും കടങ്കഥ ഇക്കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു. ഇത്തിരി വിത്തെറിഞ്ഞു, ഒത്തിരി കൊത്തെറിഞ്ഞു, പക്ഷികൾ വന്നണഞ്ഞു, പാവങ്ങൾ എന്തറിഞ്ഞു. കാലെടുത്തു, കൊക്കുടക്കി, കൊക്കെടുത്തു, മേലുടക്കി, തച്ചും ചിറകിട്ടടിച്ചും ആ പാവങ്ങൾ ആവലക്കുള്ളിൽ കുഴഞ്ഞു പോയി. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു. വേടൻ വരുന്നേ, കാടൻ വരുന്നേ, കൂടൊരു മാടനുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ, കാടും കിടുക്കി മേടും കുലുക്കി ചാടിത്തി നിർത്തുന്നുണ്ടേ, ആയുധം കയ്യിലുണ്ടേ, കല്ലേലെല്ലാം ചാകുന്നേ, കത്തിക്ക് വാത്തലയേറ്റുന്നേ, ചുള്ളിയും കൊള്ളിയും കൂട്ടുന്നേ, കത്തിച്ചു തീയെല്ലാം കൂട്ടുന്നേ, വെള്ളം തിളയ്ക്കുമ്പോ ഉള്ളം പിടയ്ക്കുമ്പോ പൈങ്കിളിപ്പാവങ്ങൾ എന്തു ചെയ്യും? ആരുണ്ടൊരു തരം കണ്ടെടുക്കാൻ? ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടൻ കുറുക്കും കടങ്കഥ ഇക്കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. നിന്നും മാടത്തെയുന്ന നേരത്ത് വന്നിറങ്ങി, താഴെ പറന്നിറങ്ങി, ആവലയ്ക്കുള്ളിൽ ജീവൻ കൊതിക്കും പ്രാണങ്ങളോട് ചൊല്ലി ഒന്നിച്ചു നിന്നുകൂടെ. വേറെ വേറെ ആകുമ്പോൾ വേലകളെല്ലാം പാഴല്ലേ, ഒന്ന് രണ്ട് മൂന്നെണ്ണി ഒന്നിച്ചുയർന്നവർ മാനത്ത്. കണ്ണും മിഴിച്ചങ്ങ് കാടന്മാർ നിന്നപ്പോ ആവല വീണു തലയ്ക്കും മീതെ, കാടത്തം സ്വന്തം വലയ്ക്കകത്തായി. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു. എന്താ നിങ്ങളോട് ചെയ്യുന്നത്? ഞങ്ങൾക്കിവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അത് ഉണ്ടാക്കുകയാണ്. ഇവിടെയാണോ അതൊക്കെ ഉണ്ടാക്കണത്? കേരള വണ്ടിയിലേക്ക്. എന്താ അതിനകത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാവോ? നിർത്തണം. നിങ്ങളിതൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കോളനിയിലാണ്, അല്ലാണ്ട് വല്ലവരുടെയും സ്ഥലത്തല്ല. വല്ലവരുടെ സ്ഥലം? അതെ, ഇത് കൽക്കട്ട കമ്പനി വക സ്ഥലമാണ്. ഇത് കയ്യേറിയതിന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. എന്താ എന്താ നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോണോ? അയ്യോ, എന്തിന്? ആ കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ്. അവന്മാരെ അസുഖായോ? നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോയി.
ഞമ്മക്ക് കക്കൂസ് കിട്ടാൻ പോയതാണ് സ്വാമി. എന്നിട്ട് കമ്പനിക്കാർ സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞ് പോലീസും കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു. വല്ലവരുടെ സ്ഥലത്ത് നിന്ന് കയറാൻ അവനോട് ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ? 2 ദിവസത്തോടെ കിടക്കട്ടെ. സാർ അന്നേ പറഞ്ഞ ഈ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞ് തന്നെ ഒന്നും ഈ പണിക്ക് കൊള്ളില്ലെന്ന്. അന്ന് ഞാൻ പറഞ്ഞിട്ടാ തന്നെ അപ്പോയിന്റ് ചെയ്ത്. അതപ്പ കുഴപ്പമേ. അതിന് സ്വാമി ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടാക്കിന്ന? പിന്നെ കുഴപ്പമില്ലാണ്ട് കോളനി എന്ന് പറയുന്ന കുട്ടികളെയും കുട്ടികളൊന്ന് കമ്പനിയുടെ സ്ഥലം കയ്യേറുക, എന്നിട്ട് ഇയാളെ പോലീസിനെ വിളിച്ചറിച്ച് അറസ്റ്റ് ചെയ്യിക്കുക. ആ കോളനിക്കാരങ്ങനെ ഇളകി ഒരു ലഹളയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു ആ കോളനി നമുക്ക് ഒരിക്കലും ഒഴിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു 6 മാസമൊന്നും വേണ്ട, 6 ദിവസം 6 ദിവസം മതി ആ കോളനി ഒഴിപ്പിച്ചെടുക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരും. ഇന്നത്തെ ഈ സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ സ്ഥലത്ത് നമ്മൾ എന്ത് പണി ചെയ്താലും അതൊന്നും ചോദിക്കാൻ അവിടുന്ന് ഒരുത്തനും വരില്ല എന്ന്. ആ മാർഗം ഉപയോഗിച്ച് തന്നെയായിരിക്കണം നമ്മൾ അവരെ കുടിയൊഴിപ്പിക്കേണ്ടത്. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പണി തുടങ്ങണം. മണ്ണ് നിരപ്പാക്കി പൈലിംഗ് ആരംഭിക്കണം. പൈലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള പൈലിംഗ്. ഭൂമിയിൽ ഇടിക്കുന്ന ഓരോ ഇടിക്കും ആ കോളനി വിറയ്ക്കണം, കോളനിക്കാർ നടുങ്ങണം. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിക്കുന്നത് വരെ നമ്മൾ പൈലിംഗ് തുടരണം. പിന്നെ സാറ് നോക്കിക്കോ, റാവുത്തരും ജോണും ഷാങ്കും ഒക്കെ പത്തി മടക്കി നമ്മുടെ അടുത്ത് വരും. വരും സാർ, ഞാൻ വരുത്തും. എന്റെ സ്വാമി സമ്മതിച്ചു. ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരാളുടെ തലയിലും ഈ ബുദ്ധി ഉരിച്ചില്ലല്ലോ. എന്തിന് എന്റെ തലയിൽ പോലും ഈ ബുദ്ധി ഉരിച്ചില്ലല്ലോ? എന്തത്? അതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല. കണ്ട ജന്തുക്കളെ കൊന്ന് ബുദ്ധി മരവിച്ച് കാണും. ഇനി കുറച്ചാൽ ഈ മുരിങ്ങയ്ക്കയും സാമ്പാറും വെണ്ടയ്ക്കയും ഒക്കെ കഴിച്ചു നോക്ക്, ചിലപ്പോ ബുദ്ധി തെളിയും. പറയാൻ പറ്റില്ലല്ലോ. എന്നല്ല പറഞ്ഞത്? അത് ശരി. സ്വാമി ദേ വന്നു. ഫയലടിക്കാനുള്ള സാധനങ്ങളും വന്നു, ആളുകളും വന്നു, പണിയും തുടങ്ങി. ജോസഫേ, സ്വാമി കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയടോ. ഇനിയാണ് ഈ കൃഷ്ണമൂർത്തിയെ കോളനിക്കാർ ശരിക്കും അറിയാൻ പോകുന്നത്. നിർത്താനല്ലേ പറഞ്ഞത്? ഈ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാനും ഇടിക്കാനൊന്നും പറ്റില്ല. തൊട്ടടുത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. ഇവിടെ ഇങ്ങനെ ഫയലടിക്കാൻ പറ്റില്ല. ഇവിടെ കോളനി ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്തണ്ടേ? പിന്നെ ഒരു കൺസ്ട്രക്ഷൻ നിർത്തണം.
നിർത്താൻ പറയണം. കമ്പനി പറയാൻ നിർത്താൻ പറ്റില്ല. കമ്പനി താനെന്താണ് കാണിക്കുന്നത്? സ്വാമി കമ്പനിക്കാരുമായിട്ട് പോയി ബഹളമായി. അവരുടെ പണി നമ്മൾ തടയണമെന്ന്, അവിടെ പണി നടത്താൻ പാടില്ല എന്ന്. ആ സ്വാമി വേഗം ഒതുക്കില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ കോളനിയിലേക്ക് വരും. ഇങ്ങോട്ട് വരി. എന്തിനാണ് നീ പറയുന്നത്? ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞു കേക്ക് സ്വാമി. ഞാൻ ആരുമില്ല. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവർ ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്താണ് ഇളക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ പൈലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ എങ്ങനെ ഇടിച്ചു കുലിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല, അത് ഇടിഞ്ഞു വീഴും. ഒടുവിൽ ഒരു രാത്രി വെളുക്കുന്നത് ഈ കോളനിയെ ശവപ്പുറമ്പാക്കിയിട്ടായിരിക്കും. ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അവര് പറയട്ടെ. പൈലിംഗ് കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അടിത്തറ ഇളകിയില്ലെന്ന് അവര് പറയട്ടെ. അവരോട് ചോദിക്കേ. അല്ല നിർത്തി. കൃഷ്ണമൂർത്തിക്ക് 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 കൃഷ്ണമൂർത്തി സ്വാമിക്ക് കൃഷ്ണമൂർത്തി റാവുത്തർക്ക് ജയ്. ഇരുമ്പ് ജോണിക്ക് അയാള് പറഞ്ഞാലേ നമ്മൾ പൈലിംഗ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കോളനിക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന് അത് തടയുന്നോ? പൈലിംഗ് തടയാൻ പോകുന്ന വിവരം അയാൾ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ പോലീസുമായി ചെന്ന് പണി തുടരണമെന്ന്. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അയാൾ എന്തെങ്കിലും ബുദ്ധി കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ തോമസ്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. റാവുത്തരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറ. എന്തെങ്കിലും ഒന്ന് പറ. അവന്മാര് പോലീസിനെയും കൊണ്ടുവന്ന് പണി തുടങ്ങിയ പ്രശ്നമാണ്. നീ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ആ സ്വാമിയോട്. എന്താ? നീ പോയി അവന്മാരോട് ഒന്നുകൂടി സംസാരിക്കണം. ഞങ്ങൾക്ക് വാവുകൊണ്ട് പറയാൻ അറിയില്ല, കൈ കൊണ്ട് പറയാനേ അറിയുള്ളൂ. നീ ഒന്ന് പറ. കേട്ടില്ല, ഞങ്ങൾ പറഞ്ഞോളാം. വിയറ്റ്നാം കോളനിക്ക് വിയറ്റ്നാം കോളനിക്ക് വിയറ്റ്നാം കോളനിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് വിയറ്റ്നാം കോളനിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് വിയറ്റ്നാം കോളനിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് പുല്ലാണ് പുല്ലാണ് പോലീസ് പട്ടാളം പുല്ലാണ്. നിർത്ത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണി തടയാനാണെങ്കിൽ അത് സാധ്യമല്ല. ഇത് കമ്പനിക്കാരുടെ സ്ഥലമാണ്. അവർക്ക് പണി നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് വന്നാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ സ്റ്റേ മേടിച്ചുകൊണ്ട് വരണം. സ്റ്റേ മേടിക്കുന്നത് ഏത് വകുപ്പിലാ? വല്ലവരുടെയും കെട്ടിടത്തിൽ വാടക കൊടുക്കാതെ കയ്യേറി താമസിക്കുന്നവര് ഏത് വകുപ്പിലാ സ്റ്റേ മേടിക്കുന്നത്? മിസ്റ്റർ തോമസ്, നിങ്ങളൊരു വക്കീല് മാത്രമല്ലേ, അല്ലാതെ കോടതി ഒന്നുമല്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ നിയമവും വകുപ്പും കോടതി ഒന്നും പഠിപ്പിക്കണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഏത് വകുപ്പാണ്, ഏത് കോടതിയാണ്? ശരിയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ഈ പൈലും കൊണ്ട് നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവാം. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴും, അതൊക്കെ വാസ്തവം തന്നെ. എന്ന് വെച്ച് ഞങ്ങൾക്കിവിടെ കൺസ്ട്രക്ഷൻ നടത്താതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സകല നാശനഷ്ടങ്ങൾക്കും ഞങ്ങൾ നഷ്ടപരിഹാരം തരാൻ തയ്യാറുമാണ്. നിങ്ങൾ എന്ത് തരുമെന്നാ?
ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഒരുപക്ഷെ കെട്ടിത്തരാൻ പറ്റുമായിരിക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലോ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യണ്ട, പണി നിർത്തിയാ മതി. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയാ മൂസ സെറ്റുമായി കേസ് പറയുന്നത്? 3 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞല്ലേ? അത് തരാൻ ഞങ്ങൾ തയ്യാറാണെങ്കിലോ? മൂസ സെറ്റിന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് പൊളിച്ചോണ്ടും പോവാം. പറ, നിങ്ങളുടെ തീരുമാനം എന്താ വെച്ചാ പറ. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഇവരാണ്, ഇവരുടെ നേതാക്കന്മാരാണ്. അവരുമായി ആലോചിച്ചതിന് ശേഷമേ അതിന് മറുപടി പറയാൻ പറ്റൂ. മതി, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ പണി ഞങ്ങൾ നിർത്തിവെക്കാം. ഒരു സ്വാമി, സ്വാമി, ഞാൻ പറയണതൊന്ന് കേക്ക്. ഇത് കുഴപ്പാണ്. ഒടുക്കം യുവമാരൊന്നും ഇവിടുന്ന് ഒഴിഞ്ഞു പോവില്ല. കമ്പനിക്ക് കമ്പനിയുടെ സ്ഥലത്ത് പോലും പണി തുടങ്ങാനും പറ്റില്ല. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത്. സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എങ്ങനെ ഒഴിഞ്ഞു വരുന്ന സ്വാമി പറയണേ? അവകാശം മേടിച്ച് ആരെങ്കിലും പോകാന്ന് സമ്മതിച്ചാൽ തന്നെ റാവുത്തർ വിടോ, സ്രാങ്ക് വിടോ, ഇരുമ്പ് വിടോ, കൊന്നുകളയില്ല ഇവന്മാരെ. ഇവന്മാരെ എപ്പോഴാ ഇടയാന്ന് ആർക്കറിയാ? അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഒന്നുമില്ലടോ കെ ജോസഫേ, താൻ നോക്കിക്കോ. ആദ്യം ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് സമ്മതിക്കുന്നത് ഈ റാവുത്തരും ജോണും ശ്രാങ്കും ആയിരിക്കും. അവന്മാരിവിടെ നിന്ന് പോകാത്തതും മറ്റുള്ളവരെ പോകാൻ സമ്മതിക്കാത്തതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? തീക്കളിയാ സ്വാമി, തീക്കളി. തീ കണ്ടാൽ പേടിച്ചോടുന്നവനല്ലടോ, അതടക്കാനും അണയ്ക്കാനും മന്ത്രമറിയാവുന്നവനാണ് ബ്രാഹ്മണൻ. താൻ കണ്ടോ? ഇപ്പൊ കമ്പനി നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ 3 സെന്റ് സ്ഥലം ഇവിടെ ഒരാളും മേടിക്കരുത് എന്ന് റാവുത്തരും ജോണും ശ്രാങ്കും പറയുന്നതിൽ കാര്യമുണ്ട്. അതുപോലെ തന്നെ മൂസ സേട്ടുവുമായിട്ടുള്ള കേസിൽ നമ്മൾ ജയിച്ചാലും കിട്ടാൻ പോകുന്നത് ഇതേ 3 സെന്റ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ജോണും ശ്രാങ്കും റാവുത്തരും പറയുന്നത് അനുസരിക്കണമെന്നാണ്. കമ്പനി ഇപ്പൊ വേറെ സ്ഥലം തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ഈ ശക്തിയും യോജിപ്പും കണ്ട് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം കേസ് പറഞ്ഞിട്ടും ഒരു നുള്ളു മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ എല്ലാ അവകാശവും തരാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ശക്തിയും യോജിപ്പും എന്നും ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ തരുന്ന 3 സെന്റ് സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഛിന്ന ഭിന്നമായി പോയാൽ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതേ ശക്തിയും യോജിപ്പും തന്നെയാണ്. ഇപ്പോ നമ്മൾ കമ്പനിയോട് ആവശ്യപ്പെടേണ്ടത് ഇതാണ്: നമുക്ക് 3 സെന്റ് സ്ഥലം വീതം മാത്രം തന്നാ പോരാ എന്നും അതൊന്നായിട്ട് തരണമെന്നും അവിടെ താമസിക്കാൻ ഇതുപോലൊരു കോളനി പണിത് തരണമെന്നും പറയണം. ഈ റാവുത്തരും ജോണും ശ്രാങ്കും എല്ലാം നമ്മുടെ നേതാക്കന്മാരായിട്ട് അവിടെയും ഉണ്ടാവണം. എന്ത് പറയുന്നു? സാധ്യമല്ല. കമ്പനി തരുന്ന 3 സെന്റും മേടിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഈ കോളനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു തരണമെന്ന് പറയുന്നത് ഇവന്മാർക്ക് അവിടെയും പിരിവ് നടത്തി ജീവിക്കാനാ, സകല വൃത്തികേടുകളും ചെയ്യാൻ സ്ഥലമുണ്ടാക്കാനാ. ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാരോടും കൂടിയാ പറയണത്. ഈ കോളനി ഇവിടെ നിന്ന് വേറെടുത്തേക്ക് മാറ്റിത്തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക. കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടെ നിന്ന് ഒഴിയും. മനസ്സിലായോ? പോയിക്കോ, പോയിക്കോളാൻ. ആ
പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഈ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. താൻ എന്താണോ ഈ പറയുന്നത്? ഇത്രയും നാൾ അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നടന്നിട്ട് ഇപ്പൊ അവര് നമ്മുടെ വഴിക്ക് വന്നപ്പോ സാർ ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി ഇത്? നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ സാർ, കോളനിക്കാരെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇന്ന് നമ്മൾ ഇത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ അവരുടെ ഡിമാൻഡ് വേറൊന്നായിരിക്കും, അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും. മാത്രമല്ല, നമ്മൾ ഇത് അവർക്ക് വെച്ച് നീട്ടുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് മേടിച്ചെടുക്കുന്ന അവകാശമായിട്ടാണ് അവർക്ക് തോന്നേണ്ടത്. നാളെ നിങ്ങൾ രണ്ടുപേരും കോളനിയിലേക്ക് വരണം. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് പറയണം അവരുടെ ഈ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. താനെന്താ ഞങ്ങളെ കോളനിയിൽ കൊണ്ടുപോയി കൊലിക്കൊടുക്കാൻ പോകുന്നു? ഒന്നും ഉണ്ടാവില്ല സാർ, ധൈര്യമായിട്ട് വരണം. ഞാനില്ലേ അവിടെ. നിങ്ങളുടെ തീരുമാനം ഇനിയും പറഞ്ഞില്ല? ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വീതം തന്നാ മാത്രം പോരാ. പിന്നെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ വീടുകളും പണിത് തരണം. എന്താ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾ വീട് പണിത് തരണമെന്നോ? അതെ, കാരണം അതൊന്നും നടക്കുന്ന കാര്യമല്ല. താമസിക്കാനുള്ള സ്ഥലം തരാം, അല്ലാതെ അവിടെ വീട് വെച്ച് തരാനൊന്നും കമ്പനിക്ക് പറ്റില്ല. എങ്കിൽ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ, ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കിക്കോളാം. സ്വാമി, ഇതൊക്കെ ഞങ്ങളെ ഉപയോഗിപ്പിക്കണോ? ഇവിടെ കമ്പനി കിട്ടും. എന്താണ് നോക്കണത്? ഇതുകൊണ്ട് പോവില്ല. നിന്റെ ഒരു കോട്ടും സൂട്ടും പാടാൻ പോന്നി. ഒന്ന് അടിച്ചു കൊല്ലണോ? പിടിക്കണോ? പിടിക്കണോ? വണ്ടി എടുക്കണോ? അറിയാമോ, ഈ വാതിലൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ ഇത് ആരുടെയും മുന്നിൽ അടഞ്ഞാൽ പിന്നെ അവൻ പുറലോകം കാണില്ല. ഇപ്പൊ സാറുമാർക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കോളനിക്കാരുടെ ശക്തി എന്താണെന്ന്. ഇതിൽ ഇവിടുള്ള മുഴുവൻ താമസക്കാരും ഒപ്പിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് ഇവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം. കോളനിക്കാർക്ക് മുഴുവൻ വീട് കെട്ടിക്കൊടുക്കാമെന്ന് സമ്മതിച്ച് ഇതിൽ ഒപ്പിട്ട് തരണം. ഒപ്പിടണം സാർ.
പടയുടെ പോരുതലം തരും തരും ജനം തേടി വരും നേടി വരും ജയ ജയ വേലികളും കാഹളവും പകതിനി മാനം തെളിഞ്ഞു പോ മഴമേഘം മറഞ്ഞു പോയി ഇന്നല്ലോ വിടാവേളം തേടി തീയാട്ടം പെരുമ്പറത്തനി ദിഗന്ധ ദുന്ധുവി ഉശിരു പകരും ഇതിനു പുതിയൊരാവേശം പടയുടെ പോരുകലം തരും തരും ജയ ജയ ഭേരികളും കാഹളവും സ്വപ്നങ്ങൾക്ക് സ്വർണ്ണവർണ്ണം എന്നും നിറനിറയോ നില ഒലിക്കന് നിഴൽ ചലിക്കന് പൂരുവലം വരും വരും ജനമത തേടി വരും നേടി വരും ജയ ജയ ഭേരികളും കാഹളവും തകതിമി മോനെ എന്താ അമ്മ? പൊന്നുമോനെ മോനിതിന് കൂട്ടു നിൽക്കരുത്. ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നുമോനെ നീ കൂട്ടു നിൽക്കരുത്. ഇതെന്റെ സ്ഥലമാണ്. എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ് ഇതൊക്കെ. മരിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്റെ മോന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ ഇതൊക്കെ ഇടിച്ചു പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഉമ്പാട് ചങ്കാട് പോലെ പൊളിയരുത്.
കണ്ടിട്ടുണ്ടാ എന്റെ മൂസാനെ? ഇല്ല. ഇതാണ്. ഇതിലുണ്ട് അവന്റെ സ്ഥലവും അഡ്രസ്സും ഒക്കെ. മോൻ അവനൊരു എഴുത്ത് എഴുതണം, ഉമ്മാനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. ഉമ്മാക്ക് ഇനി പോവാൻ വേറെ ഒരിടവും ഇല്ലെന്ന് മോൻ അവനോട് പറയണം. ഇത് കണ്ട മോനന്ന് തന്ന വാടക 50 ഉറുപ്പ്യ. ഇതുമ്മ ഇതുപോലെ കൊണ്ട് നടക്കുക. ഇതിന്റെ കുടുംബക്കാരിയായ ഉമ്മാക്ക് ജീവിതത്തിൽ ആകപ്പാട് കിട്ടിയ വാടയാണ്. വേഗം വന്നേ. എന്താ? ഒന്നിങ്ങോട്ട് വരാൻ. ഇന്നലെ രാഹേലിന്റെ അറിയത്തായിരുന്നു കിടപ്പ്. പാതിരായ്ക്ക് അവരെ തട്ടി വെള്ളം ചോദിച്ചപ്പോ പോയി പൈപ്പിന്റെ എവിടെന്ന് കുടിക്കാൻ പറഞ്ഞു. ആ വരവാ. എന്നിട്ട് ഇതെന്തിനാ ഇങ്ങനെ ചെളി കിടത്തിയിരിക്കുന്നത്? ഒന്ന് പിടിച്ചേ. അതോ സ്വാമി വേണ്ട, തൊട്ടു പോരുന്ന റാവുത്തർ പറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ ഒന്ന് അവരെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ട് പോയിക്കോട്ടെ. അതിനാണ് ഇങ്ങനെ കടത്തിയിരിക്കുന്നത്. വേണ്ട സ്വാമി, വെറുതെ കുഴപ്പമില്ലല്ലോ. ഈ കാണുന്നതിന്റെയൊക്കെ ഉടമസ്ഥയായ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഇവരെ വെറും അനാഥ പ്രയത്തെ കൊണ്ടുപോകും പോലെ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർക്കൊരു അവകാശമുണ്ട്. അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത്. ആ മകൻ വന്ന് കൊണ്ടുപോകണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ. ആ സേട്ടു എവിടെ ആയാലും, അയാൾ എത്ര വലിയ കൊല കൊമ്പനായാലും ശരി, അയാളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം. ഒരു മുനിസിപ്പാലിറ്റിക്കാരനും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഇവൻ പോയി കൊണ്ടുവരട്ടെ. പിന്നെ ഇവിടുന്ന് 3 മയ്യത്തെടുക്കേണ്ടി വരും. തള്ളയുടെയും മകന്റെയും പിന്നെ ഇവന്റെയും. എന്താ? ഞാൻ കൊച്ചിയിൽ നിന്ന് വരിക. മൂസ സേട്ടുവിനെ ഒന്ന് കാണണം. അതിന് സേട്ടൊക്കെ ഇവിടുന്ന് പോയിട്ട് കാലത്രയായി. എന്താ? സേട്ടു വേറെ ആൾക്ക് വിറ്റിട്ട് പോയി. അവരെ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ സേട്ടുവോ? അകത്ത് സാറിനോട് ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റും. സാറോ? താനെന്താ ഇവിടെ? ഇത് സാറിന്റെ വീടാണോ? അതെ. എന്താ? ഒന്നുമില്ല. എനിക്ക് ആ മൂസ സേട്ടുവിനെ ഒന്ന് കാണണം. ഇന്നലെ രാത്രി അയാളുടെ ഉമ്മ മരിച്ചു. അതിന് തനിക്കെന്താ? അതും പറയും താനെന്തിനാ നടക്കുന്നത്? എനിക്ക് അയാളെ അങ്ങോട്ട് കൊണ്ടുപോകണം. താനെന്ത് മണ്ടത്തരായി കാണിക്കുന്നത്? ഇത്രയും കാലം കോളനിക്കാരെ കയ്യിൽ നിന്ന് സേട്ടുവിനെ രക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം എനിക്കറിയാം. അയാൾ ആരാ, എന്താ, എവിടെയാണെന്നുള്ള ഒരു വിവരവും കോളനിക്കാർക്ക് ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല.
അങ്ങോട്ടാണോ താനിപ്പോ അയാളും കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്? സാർ ഞാൻ പറയുന്ന ഒന്ന് താനൊന്നും പറയണ്ട. ഇപ്പൊ കോളനിക്കാർ മുഴുവൻ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സമയമാ. താൻ അയാളെ ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ഒക്കെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാർ ഒന്നും നശിക്കില്ല. അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയില്ല സാർ ദയവ് ചെയ്ത് പറ സാർ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? സാറിന് അറിയാം. അറിയാം, പറയാൻ മനസ്സില്ല. താൻ പോയേ. ശരി, ഇനി അവിടെ എന്തൊക്കെ നശിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ അമ്മയെ പോലെ ഒരു അമ്മയുടെ ജഡമാ അവിടെ അവകാശം കാത്ത് കിടക്കുന്നത്. മൂസ സേട്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ അവിടെ കൊണ്ടുപോയിരിക്കും. അതെ, ഈ പള്ളിയിൽ ഒരു മൂസ സേട്ട് വരാറുണ്ടോ? മൂസ സേട്ടോ? ആ. അതാരാണ്? കൊച്ചിയിൽ വാടക കെട്ടിടങ്ങളും പാണ്ഡികശാലയൊക്കെ ഉള്ള ആലപ്പുഴക്കാരനൊരു മൂസ സേട്ടു. മൂസ സേട്ടോ ഇവിടെ ഉണ്ട് ആരാ പറഞ്ഞത്? ഞാൻ അയാൾ താമസിച്ചിരുന്ന വീട്ടിലും കച്ചവടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു. അവരാ പറഞ്ഞ പള്ളികളെ അന്വേഷിച്ച് അറിയാവുന്ന. പിടി കിട്ടണില്ലല്ലോ മോനെ. ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല. അതെ, ഒന്ന് നിന്നേ. ദേ ഇതാള്. അല്ല, ഇത് ഞമ്മളെ കോട്ടുമുക്കറിയല്ലേ? ഇയാൾ ഇങ്ങനെയായ ആര്? കോട്ടുമുക്കറി. പള്ളിയിൽ ഹൗല് കഴുകണയും ബാങ്ക് വിളിക്കുകയും ചെയ്യുന്ന കോട്ടുമുക്കറി. ആ ദേ വരണ കോട്ടുമുക്കറി. വിളിച്ചുള്ള കൊണ്ട് ഇടങ്ങാറായില്ല. ഓടാൻ ഓടാൻ ഓടാനാ പറഞ്ഞത്. ഓടെ മൂസ സേട്ടു. ഞാൻ മൂസ സേട്ടുവിനെ കാണാൻ വന്നതാ കൊച്ചിന്ന്. ഞാൻ മൂസ സേട്ടു അല്ല. മൂസ സേട്ടു മരിച്ചുപോയി. ആർക്കാ ഇപ്പൊ മൂസ സേട്ടുവിനെ കാണേണ്ടത്? പോയി ആ വക്കീലിനെ ചെന്ന് കാണ്. അയാളാ ഇപ്പൊ സേട്ടു. എന്റെ കയ്യിൽ ഒന്നുമില്ല, സ്വന്തം പേര് പോലുമില്ല. കേസ് നടത്തി മൂസ സേട്ട് പാപ്പരായി. കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി. ചിരിക്കണ്ട, നീ ചിരിക്കണ്ട. മോളിലിരുന്ന് നീ കളിക്കണ കളിയില് പെറ്റുമ്മ പോലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ? പിന്നാണോ കൊത്തുമ്പടമൊക്കെ? പോട്ടെന്ന്, എല്ലാം അങ്ങോട്ട് പോട്ടെ. പക്ഷേ എന്റെ ഉമ്മ അവസാനത്തെ തരി മണ്ണും കൈവിട്ടു പോകാൻ പോടുന്നറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവല് കിടക്കുകയാണ് എന്റെ ഉമ്മ. എന്നാലും സാരമില്ല, ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ. ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ. അത് മതി, ആ ഒരു സമാധാനം മാത്രം മതി. ചേട്ടു, ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു. ഞാൻ സേട്ടുവിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്നാ. ബാങ്ക് വിളിക്കാൻ നേരമായിട്ടാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله
സംശയിക്കേണ്ട റാവുത്തരെ, ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാസേട്ടു. കോടീശ്വരൻ, ദുഷ്ടൻ, സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ, ഇന്ന് നിങ്ങൾ പറയുന്ന മഹാദുഷ്ടൻ. പൊറുക്കില്ല, ദൈവം പോലും പൊറുക്കില്ല. അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാരും കൂടെ ഈ ഉമ്മയോടും മോനോടും ചെയ്തത്. ഇതൊന്ന് പിടിച്ചേ. தொடருது. അമ്മ ഞാൻ தொட்டு போகிறது என்ன திருப்தி ஆயிடா எனக்கு. எங்க போனாலும் பிராமணனா இருக்கணும்னு சொல்லி அனுப்பிட்டு இப்போ போதும். இവിടുത്തെ வேலையும் வேண்டாம், அவரு மண்ணாங்கட்டியும் வேண்டாம். வேற வண்டி எதுக்கு நீ அவனை கூப்பிடுறாய்? உன்னை கொள்ளி வைக்கிறதுக்கா இல்ல அவனை கொண்டு போய் கொள்ளி வைக்கிறதா? மிண்டது கண்டவன் சவத்தை எல்லாம் தூக்கி அசுத்தம் பண்ணிட்டு வந்து நிக்கிறியே, நீ ஒரு பிராமணடா நாயே. என்ன மாமா நீ இப்படி எல்லாம் பேசுற? ஒரு பிராமணன் ஒரு உண்மையோட ஜடம் தோல் ஏற்ற மாற இடிஞ்சு விழுவா. பாத்தியா நீ பாத்தியா? செஞ்ச தப்பு கூட அவனுக்கு தப்பா தெரியுது. பாரு, உன் உடல்ல கிடக்குது பூணுலா புண்ணாக்கா. போதும்டா போதும். நான் உனக்கு மாமனும் இல்ல, நீ எனக்கு மருமகனும் இல்ல. போடா போய் தொலை. கிருஷ்ணமூர்த்தி, எதுக்குடா இந்த வேலை? விட்டுட்டு வந்துடுறா. தஞ்சாவூர்ல നിങ്ങളുടെ കേസ് ജയിച്ചു. உன் அப்பாவோட சொத்து, ரிஷிஸ்தலம், தோட்டம் எல்லாம் திருப்பி கிடக்கிறதுக்கு கோടതി விதி வந்தாச்சு. ஆமாண்டா ஆமா. നിന്നെ കൊണ്ട് തഞ്ചാവൂരിലേക്ക് പോകാൻ വന്നതാ മാമി. ഇപ്പൊ തന്നെ പോവാം. വാടാ പോകാടാ. ഇല്ലടാ പട്ടാഭി, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല. ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തീർക്കാതെ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. അപ്പോ ഞാൻ വിളിച്ചാലും നീ വരില്ല അല്ലേ? അമ്മ എന്നെ ശപിക്കരുത്. ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ വന്നാൽ ഇവിടെയുള്ള ഒരുപാട് പേരുടെ ശാപം എനിക്കുണ്ടാവും. അമ്മ പൊയ്ക്കോളൂ, ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം. വേണ്ടടാ, നീ വരണ്ട, ഒരിക്കലും വരണ്ട. നിന്നെ ഇനി കാണുക വേണ്ട ഈ അമ്മയ്ക്ക്. ശിവരാമ വണ്ടിയിലേറ്. വണ്ടിയിലേ. അമ്മ അമ്മ വണ്ടി ഇടണോ? അമ്മ അമ്മ വന്ന് വിളിച്ചിട്ട് എന്താ കൂടെ പോവാതിരുന്നത്? എങ്ങനെ പോവും അല്ലേ? കമ്പനിയിൽ നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്ന ആളല്ലേ. അപ്പൊ പിന്നെ ആ ജോലി പൂർത്തിയാക്കാണ്ട് പോവാൻ പറ്റില്ലല്ലോ അല്ലേ? ഞങ്ങൾ എന്ത് തെറ്റിയിട്ടാ സ്വാമി ഈ ദ്രോഹമൊക്കെ ഞങ്ങളോട് ചെയ്തത്? ആ റാവുത്തരുടെയും ജോണിന്റെയും ഫ്രാങ്കിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഒരു കാലത്തും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അല്ലേ? എന്നെങ്കിലും ഞങ്ങൾ കേസ് ജയിക്കുന്നു, അന്ന് കിട്ടുന്ന അവകാശവും മേടിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാന്നൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അതാ ഇപ്പൊ സ്വാമിയായിട്ട് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഇനി എവിടെ ആയാലും എന്താ, ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ചു മരിക്കാനാണ് ഞങ്ങളുടെ വിധിയെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. സ്വാമി പേടിക്കണ്ട, ഇതിന്റെ പിന്നിൽ സ്വാമിയായിരുന്നെന്ന് ഇവിടെ ഒരാളോടും ഞാൻ പറയില്ല. ഇനി ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോലും എനിക്ക് സ്വാമിയെ ഒറ്റ കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി എനിക്ക് സ്വാമിയെ. ഇപ്പൊ സ്വാമി വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്ന്. ഇവിടെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് പോലെ വേറെ ആരാ സ്വാമിയെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത്? അങ്ങനെയെല്ലാം അറിഞ്ഞ കൂട്ടത്തിൽ സ്വാമിയുടെ മനസ്സിലുള്ള കള്ളത്തരം കൂടി അറിഞ്ഞുപോയെന്നേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു, ആ മനസ്സിൽ ഒരിക്കലും എനിക്ക് സ്ഥാനമില്ലാന്ന്.
എന്താ മൂസാ ചേട്ടനെ കോളനിയിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് എന്നിട്ട് താൻ എന്ത് നേടി? നേടിയത് മുഴുവൻ താനല്ലേ. ആ പാവം മനുഷ്യനെ കിടപ്പാടം പോലും ഇല്ലാതാക്കി പെരുവഴിയിലാക്കിയില്ലേ? തന്നോട് ദൈവം ചോദിക്കും. ചോദിച്ചോട്ടെ, എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ഞാൻ ഒരാളെയെ പെരുവഴിയിലാക്കിയിട്ടുള്ളൂ. പക്ഷെ നീയോ 100 കുടുംബങ്ങളല്ലേ പെരുവഴി ഇറക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നീ കോളനിക്കാരെ ചതിച്ചുണ്ടാക്കി തന്ന കരാറാ. ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കും. 3 സെന്റ് പോയിട്ട് ഒരു നുള്ളു മണ്ണ് പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല. എടാ എന്താ എന്താ ഇത്? പേപ്പർ വാങ്ങും സാർ, കരാർ വാങ്ങും സാർ. അതിന് താണ ഇന്നാ ഈ തരാൻ ഞാനായിട്ടുണ്ടാക്കി തന്ന കരാറ്. അങ്ങോട്ട് ചെല്ലേ. കോളനി ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞ് നീയൊക്കെ കമ്പനി അവിടെ കെട്ടുന്ന എനിക്ക് കാണണം. എടാ തൊട്ടുപോരുത്. ബ്രാഹ്മണന് പുണ്യാഹം തളിക്കാൻ മാത്രമല്ല, അടിച്ച് പല്ല് തെറിപ്പിക്കാനും അറിയാം. ഇപ്പൊ ഇവൻ പിച്ചു ചീന്തി നമ്മുടെ മുഖത്ത് എറിഞ്ഞില്ലേ, അതുപോലെ ഇവനെയും പിച്ചു ചീന്തണം. ആ കോളനിക്കാരെ കൊണ്ട് അവിടെ ഇട്ട് ഇവനെ പിച്ചു ചീന്തിക്കണം. ഹലോ, വരൂ. ഇനി നമ്മളല്ല, പടച്ചുതമ്പുരാൻ വിചാരിച്ചാലും കോളനിക്കാർ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ആ ദുഷ്ടന്മാർ സമ്മതിക്കത്തില്ല. അവരവിടെ ശല്യക്കാരായിട്ട് ജീവിക്കേണ്ടത് വക്കീലിന്റെ ആവശ്യമായിരുന്നു. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ചുറ്റുപാടുമുള്ളവർ കിട്ടിയ വിലയ്ക്ക് ഭൂമി വിറ്റിട്ട് പോയി. അത് മുഴുവൻ ആ വക്കീൽ വാങ്ങിച്ചു കൂട്ടി. അവിടെയാ ഇപ്പൊ അയാൾ കമ്പനി പണിയുന്നത്. ഒടുക്കം അയാൾ കൊണ്ടുവന്ന ദുഷ്ടന്മാർ തന്നെ അയാൾക്കെതിരായപ്പോ അയാൾ തോറ്റു എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം അതും നീയായിട്ട് തീർത്തു കൊടുത്തു. ഇനിയിപ്പോ അയാൾക്കെന്താ, ആരെ പേടിക്കാനാ? ചേട്ടു, ഇല്ല, അയാൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരെ ഇപ്പൊ പോകുന്നത് ആ കോളനിയിലേക്കാണ്. അവരോടെല്ലാം ഞാൻ തുറന്നു പറയും. എല്ലാം തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. എല്ലാം. കൃഷ്ണമൂർത്തി, ശീഘ്രം വീട്ടിക്ക് പോരാ. എന്നെ നീ കേസ് പറഞ്ഞ് മേടിക്കാൻ നിന്റെ അപ്പാவோட സ്വത്ത് മുഴുവൻ കൈവിട്ട് പോകാൻ പോകുന്നു. എന്താ നീ പറയുന്നത്? ഇടാ, നിനക്ക് പകരം തഞ്ചാവൂരിലേക്ക് പോകാൻ പോകുന്നത് എന്റെ അപ്പാവാക്കും. കടിച്ച സ്വത്ത് മുഴുവൻ അവരുടെ പേരിലാകും. നീ അമ്മാവും പെരുവഴിയിലാവുണ്ട. ഇപ്പൊ നീ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വന്നിട്ട് കാര്യമില്ല. ഞാൻ വരാം. നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിൽ പോയി അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ നമുക്ക് ഒരുമിച്ച് തഞ്ചാവൂർക്ക് പോവാം. അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട്. നിർത്തുക. സേട്ടു, മൂസ സേട്ടു. ഇവിടെ ഉണ്ടാ. നമ്മുടെ സ്വാമി എങ്ങാനും ഇവിടെ വന്നോ? വന്നിട്ട് പോയല്ലോ. എങ്ങോട്ട്? കോളനിയിലേക്കാണെന്നാ പറഞ്ഞത്. എന്റെ ഈശോയെ, സ്വാമിനി അങ്ങോട്ട് പോവാൻ പാടില്ല. അവിടെ ആകെ കുഴപ്പമായി. എന്താ? സ്വാമി കമ്പനിയുടെ ആളാണെന്ന് അവിടെ അറിഞ്ഞുപോയി. കമ്പനിക്കാർ തന്നെ സ്വാമി ഒറ്റ കൊടുത്തു. എന്താ എല്ലാവർക്കും വലിയ ഗൗരവം? ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ? എന്താ? നീ എന്റെ വീട്ടിൽ വന്ന് താമസത് ഇതിനായിരുന്നല്ലേടാ? നീ കമ്പനിക്കാരുടെ ചാരനാണല്ലേ? ഞങ്ങളെ കുടിയൊഴിപ്പിക്കണല്ലേടാ? നിനക്കൊന്നും വീടും കൊടുക്കും അമ്മയും മങ്ങന്മാരൊന്നും ഇല്ലടാ, ദ്രോഹി. ശരിയാണ്, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തു പോയി. അത് പറയാനാണ് ഞാൻ വന്നത്. മോനെ, ഞങ്ങളെ പറ്റി എന്താണെന്ന് വിചാരിച്ചു? എന്താണെന്ന്
കൃഷ്ണമൂർത്തി വെട്ടും ഞാൻ അടുത്ത് വന്നാ വെട്ടിക്കൊല്ലും. വിശ്വസിക്കേ, എന്നെ വിശ്വസിക്കേ. ഞാൻ പറയുന്നതാ സത്യം. ഞാൻ ചെയ്തതൊരു മഹാപാപമാണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവനാ ഞാൻ. ആ പാപത്തിന് എല്ലാ പരിഹാരവും കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വന്നതല്ല. എന്റെ അമ്മ സത്യം, നിങ്ങളെ ഒരാൾ ഇവിടുന്ന് ഇറക്കി വിടില്ല. ഒരാൾക്കും ഇറക്കി വിടാൻ പറ്റില്ല. എന്നെ വിശ്വസിക്ക്. ആ വക്കീലും കമ്പനിക്കാരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു, നിങ്ങളെ ചതിക്കുകയായിരുന്നു, ആ മൂസ സേട്ടുവിനെ ചതിക്കുകയായിരുന്നു. നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഞാനായിട്ടാണ് അവർക്ക് കരാർ ഉണ്ടാക്കി കൊടുത്തത്. ആ കരാർ അവരുടെ മുന്നിലിട്ട് വലിച്ചു കീറിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയാ അവരിപ്പോ നിങ്ങളെ കൊണ്ട് എനിക്ക് ഈ തരിച്ചത്. സാരമില്ല, ഒന്നുമില്ലെങ്കിലും എനിക്കിനി മനസമാധാനത്തോടെ മടങ്ങിപ്പോവാല്ലോ. അത് മതി, അത് മാത്രം മതി എനിക്ക്. പക്ഷെ നിങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂസ സേട്ടുവിനെ ഇവിടെ കൊണ്ടുവരണം, നിങ്ങളോടൊപ്പം ഇവിടെ താമസിപ്പിക്കണം. അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും കാലം അയാളോട് ചെയ്ത ദ്രോഹത്തിനൊരു പരിഹാരം ചെയ്യും. അയാൾ പാവമാണ്, അയാളെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. ഈ സ്ഥലം നിങ്ങൾക്ക് വിട്ടുതരാൻ അയാൾ തയ്യാറാണ്. പക്ഷെ നിങ്ങളിൽ തന്നെയുള്ള ചിലരാണ് അതിന് സമ്മതിക്കാത്തത്. അവരെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അവരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ഈ ശക്തി കാണിക്കേണ്ടത്. അല്ലാതെ പാലക്കാട്ടുള്ള ഈ പാവം പട്ടരെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടല്ല. സ്വാമി, മാപ്പാക്കണം സ്വാമി, നമ്മളോട് മാപ്പാക്കണം സ്വാമി, മാപ്പാക്കണം. സ്വാമി, സ്വാമി വേഗം പുറപ്പെട്. ഇനി അമ്മ വരുന്നവരെയൊന്നും കാത്തു നിൽക്കണ്ട. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്താ? ദേ, ആ ദുഷ്ടന്മാര് മുഴുവൻ വന്നിട്ടുണ്ട്. അവര് സ്വാമിയെ തേടി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോ. ഉണ്ണി എന്തിനാ പേടിക്കണേ? ഇപ്പൊ നിങ്ങൾ കോളനിക്കാര് മുഴുവൻ എന്റെ കൂടില്ലേ? പിന്നെന്താ? കോളനിക്കാര് ഒന്നിനും സ്വാമിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടാ. പേടിച്ചിട്ട് ഒറ്റ ഒരുത്തിനും പുറത്തു പോലും വരില്ല. അതാ കോളനിക്കാര്. നോക്കി നിൽക്കാണ്ട് വേഗം വാ, വേഗം വരാൻ. ഇതില് വാ. ഉണ്ണി, ഉണ്ണി ഞാൻ പറയുന്നത് ഒന്നും പറയാനുള്ള സമയമല്ല, വേഗം പോ. അല്ല ഞാൻ പറയുന്നത് പോകാൻ. അല്ല അമ്മയോടൊന്നും പറയാൻ. ഞാൻ പറഞ്ഞോളാം, പോ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയണമെന്ന് കേക്ക്. ഇനി ഇവിടെ നിന്ന് ആപത്താ, വേഗം പൊയ്ക്കോ. പോ സ്വാമി.
സ്വാമി നീ അങ്ങനെ കേവലായിട്ട് ഇവിടുന്ന് പോകണ്ടടാ. വിളിച്ചു കൂടാ. ഇതിനകത്ത് വന്ന് നിന്നെ രക്ഷിക്കാൻ പോകുന്ന ആരോ നോക്കട്ടെ. കൂടാ. മിണ്ടില്ലടാ. നിന്റെ ശബ്ദം കേട്ടതായിട്ട് ഒരു അരമിണ്ടില്ല.
പടച്ചോൻ നിങ്ങളെ അനുഗ്രഹിക്കും. അൽഹംദുലില്ലാ. ഞാൻ വരുന്നേ. സ്വാമി, സ്വാമിക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യോ? എന്തിന്? ആ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ച് ഇനി ഞങ്ങൾ മനുഷ്യന്മാരായിട്ട് ജീവിക്കും. മരിക്കുന്നവരെ സ്വാമിയെ ഞങ്ങൾക്ക് മറക്കാനും പറ്റില്ല. എവിടെ? കണ്ടില്ലല്ലോ. ഉണ്ണി, ഉണ്ണി, ഇപ്പൊ ഉണ്ണിയെ ഞാൻ കൂടെ കൊണ്ടുപോകാത്തത് മറ്റൊന്നും കൊണ്ടല്ല. ആദ്യം ഞാൻ എന്റെ അമ്മയെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കട്ടെ. അവരൊക്കെ പഴയ ആളുകളല്ലേ, അത്ര പെട്ടെന്നൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ. ഉണ്ണി, ഞാൻ വരും. അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഉണ്ണിയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. വരട്ടെ. വരട്ടെ. സ്വാമി, എന്തായത്? എന്തായത്? കരയ? സ്വാമിയോട് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ കരയ? ചിരിക്കടാ. അങ്ങനെ മിടുക്കൻ.